2025 ആണ്ട് ജനുവരി മാസം 6-ാം തീയതി മുണ്ടയ്ക്കൽ വെച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു പുതിയ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പേരെന്തുവാ? ജയ്സിംഹൻ. അതെ. എന്തെടുക്കുന്ന? ഞാൻ മെക്കാനിക്കലായിരുന്നു. ഡീസലാണ് പെട്രോള്. മെക്കാനിക്കലായിരുന്നു. ഞാൻ പ്രവാസി മലയാളിയാണ്. ഞാൻ ഗൾഫിൽ 10-30 വർഷത്തോളം നിന്നവനാണ്. ഇവിടെ ഞാൻ ഒരു കട എടുത്തത്, തൊട്ടടുത്ത് കാണുന്ന ഒരു കട എടുത്തത് ഞാനാണ്. അതും അവളെ പേരിലാണ് എടുത്തത്, എന്റെ ഭാര്യയുടെ പേരിൽ. വീട് ഒരു ചെറ്റക്കുടിലായിരുന്നു. അത് ഞാൻ അവളെ പേരിൽ എഴുതി കൊടുത്തു. അവളെ പേരാണെന്നും പറഞ്ഞാണ് എഴുതുന്നത്. ഞാൻ കടയ്ക്കൽ ഒരു വീടെടുത്ത്, വീടും പെരയുടെ കൂടെ മേടിച്ച അത് അവളെ പേരിലെഴുതി. എന്നിട്ട് അതും കൊടുത്ത് ഇപ്പൊ എനിക്ക് ആരില്ലാതായി. തെരുവിലായി. പിന്നെ ഇപ്പം പിന്നെ ലോട്ടറി വിൽക്കുന്നുണ്ടല്ലേ? ലോട്ടറി വിൽക്കുന്നുണ്ട്, പോകുന്നു. പിന്നെ ആഹാരമൊക്കെ എങ്ങനെ? ആഹാരം ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നുണ്ട്. ഏതാ പള്ളി? അത് പള്ളി നമ്മളെ തീരദേശം പോണ വഴിയാണ്. തീരദേശം ഇരുവരത്താണോ? ഇരുവരത്തല്ല, ഇവിടെ അടുത്ത ഇരുവരം തന്നെ. ആ പാലം കഴിഞ്ഞ് കൊണ്ടേത്ത് പാലത്തിന് അത് തന്നെ. അവിടെ തരും. അവിടുന്ന് അവര് വണ്ടിയിൽ എനിക്ക് ഒരു നേരത്തെ ആഹാരം ഇവിടെ എന്റെ സാഹചര്യം കണ്ടവര് വേറെ ആൾക്കാർക്ക് കൊടുക്കുവോ? അതെ, വേറെ ആൾക്കാർക്ക് ഇതുപോലെ ഭക്ഷണം കൊടുക്കും. അപ്പൊ എനിക്കത് പറയാലോ, നമ്മൾ ഒരുപാട് പേരെ ആൾക്കാരെ കാണുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അപ്പൊ കൊണ്ടേത്ത് പാലത്തിനടുത്തുള്ള പള്ളി ക്രിസ്ത്യൻ പള്ളിയാ മുസ്ലിം പള്ളിയാ? ക്രിസ്ത്യൻ പള്ളി. ഓക്കെ, അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എല്ലാം ഒരുവിധം സമ്പന്നമായിട്ടൊക്കെ ജീവിച്ചിരുന്നെങ്കിലും ഇപ്പൊ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. വീടും കുടിലും എല്ലാം പോയി. അപ്പൊ ഞാൻ ഈ പുതുവർഷത്തിൽ ഈ ഒരു കൈലി തന്നതിൽ സന്തോഷമാണ്, വളരെ ഉപകാരം. അപ്പോഴ് ഞാൻ ഈ റോഡിൽ കൂടെ പോയപ്പോൾ നിങ്ങൾ എന്നെ കാണിച്ചു തന്നു. കരയണ്ട, ഇത് ഞാൻ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതേ അവസ്ഥയാണ്. മനുഷ്യൻ്റെ ഓരോ അവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് ഇനിയും എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ജയ്സിംഹൻ. ഓക്കെ.